നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിത വിജയത്തിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. 2025 എന്ന ഏതാനും ദിവസങ്ങൾക്കകം നമ്മളിലേക്ക് കടന്നു വരുന്ന പുതിയ വർഷത്തെ നമ്മുടെ സക്സസ് ലൈഫിലേക്കുള്ള ജേണിയിലെ ഒരു നാഴികക്കല്ലാക്കി മാറ്റാനും നമ്മുടെ ഭാഗ്യവർഷമാക്കി മാറ്റാനും ഒക്കെ സഹായിക്കുന്ന രീതിയിലുള്ള വീഡിയോസ്. കഴിഞ്ഞ വീഡിയോയിൽ നാം കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിനെ, ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. 10 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. മാനസികമായിട്ടുള്ള നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കാലങ്ങളായി അടിഞ്ഞുകൂടിയിട്ടുള്ള നെഗറ്റീവ് ചിന്തകളും അനുഭവങ്ങളുമാണ് നമ്മുടെ കോൺഫിഡൻസിനെ കുറയ്ക്കുന്നത്. അത്തരം ചിന്തകളെ നമ്മൾ റീവയർ ചെയ്തുകൊണ്ട് റീപ്രോഗ്രാം ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അത് പ്രാക്ടീസിലൂടെ നാം കരഗതമാക്കേണ്ട ഒന്നാണ്. എന്നാൽ നമ്മുടെ ശാരീരികമായ ചില മാറ്റങ്ങളിലൂടെയും ചെറിയ ചെറിയ പ്രാക്ടീസുകളിലൂടെയും നമുക്ക് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അത്തരത്തിലുള്ള 7 നുറുങ്ങു വിദ്യകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സൈക്കോളജിസ്റ്റുകളും സയന്റിസ്റ്റുകളും അവരുടെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ പ്രൂവ് ചെയ്തിട്ടുള്ള 7 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഒന്നാമത്തെ പോയിന്റ് എന്നത് പവർ പോസ് ആണ്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ബ്രെയിനിലേക്ക് ചില മെസ്സേജുകൾ നൽകുകയും ആ മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ ബ്രെയിനിൽ രൂപപ്പെടുന്ന ചില കെമിക്കൽ റിയാക്ഷൻസുകളും ഇലക്ട്രിക്കൽ സിഗ്നലുകളുമാണ് നമ്മളെ ചലിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമൊക്കെ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് ബ്രെയിനിലേക്ക് പോസിറ്റീവായിട്ടുള്ള ചില മെസ്സേജുകൾ നൽകുന്നതിന് വേണ്ടി നാം ചില ശാരീരിക മാറ്റങ്ങൾ വരുത്തുകയാണ് എങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസിനെ വളരെയധികം സഹായിക്കും. ഉദാഹരണത്തിന്, നമ്മളൊരു പവർ പോസിൽ നിന്നാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയി നിൽക്കുകയും നമ്മുടെ ഷോൾഡറുകൾ കുറച്ച് ബാക്കിലേക്ക് തള്ളിപ്പിടിച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ആയി നിൽക്കുകയും നമ്മുടെ കൈകൾ രണ്ടും നമ്മുടെ ഹിപ്പിന്റെ ഭാഗത്ത് പിടിക്കുകയും നമ്മുടെ കാല് ഒരു വി ടൈപ്പിൽ, കാൽപാദങ്ങളെ അകറ്റി വെച്ച് ഒരു വി ടൈപ്പിൽ നാം നിൽക്കുകയാണ് എങ്കിൽ, അങ്ങനെ 2 മിനിറ്റ് നാം നിന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും കിട്ടിയ സിഗ്നൽ അനുസരിച്ച് നമ്മുടെ ബ്രെയിനിൽ ചില മാറ്റങ്ങൾ വരുന്നു എന്നാണ് ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ തെളിഞ്ഞത്. ഉദാഹരണത്തിന്, നമ്മുടെ സ്ട്രെസ്സിനെയും മറ്റും കൺട്രോൾ ചെയ്യുന്ന ടെസ്റ്റോസ്റ്റിറോണിന്റെയും കോർട്ടിസോളിന്റെയും അളവിൽ ഗണ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പവർ പോസിൽ നിൽക്കുകയാണ് എങ്കിൽ അത് നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ ലെവൽ വർദ്ധിപ്പിക്കും. രണ്ടാമത്തെ പോയിന്റ് മിററിംഗ് ടെക്നോളജിയാണ്. അതായത്, നമ്മളുമായിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ, നാം ഒരാളുമായിട്ട് ഇടപഴകുമ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്ററുകളെ നാം കോപ്പി ചെയ്യുക. അതിനർത്ഥം നമ്മൾ അദ്ദേഹം ചലിക്കുന്നത് പോലെ ചലിക്കുക എന്നല്ല. ഉദാഹരണത്തിന്, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം കുറച്ചിങ്ങനെ ഒരു പ്രത്യേക പോസ്റ്ററിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ അത് നാം നമ്മളിലേക്ക് കോപ്പി ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഇങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊള്ളാമല്ലോ, ഇദ്ദേഹം എന്നെ പോലെയുള്ള ഒരാൾ തന്നെയാണ് എന്ന് അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ തോന്നുകയും അദ്ദേഹവും നാമുമായിട്ടുള്ള ഒരു റാപ്പോർട്ട് ബിൽഡപ്പ് ചെയ്യുകയും അങ്ങനെ മിററിംഗ് ടെക്നോളജിയിലൂടെ നമ്മുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യും. രണ്ടാമത്തെ പോയിന്റ് ഐ കോണ്ടാക്ട് ആണ്. നമ്മൾ ഒരാളുമായി സംവദിക്കുമ്പോൾ അല്ല എങ്കിൽ ഇടപെടുമ്പോൾ ഐ കോണ്ടാക്ട് കൃത്യമായി കാത്തു സൂക്ഷിക്കുക. അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ എഫക്റ്റീവ് ആക്കുകയും നമ്മുടെ ഒരു ആത്മവിശ്വാസത്തിന്റെ ലെവലിനെ, ഒരു കോൺഫിഡൻസിന്റെ ലെവലിനെ അത് ഉയർത്തുകയും അദ്ദേഹത്തിൽ ഒരു ആധികാരികത നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നാം ശ്രമിക്കുക. നാലാമത്തെ പോയിന്റ് സ്മൈലിംഗ് ആണ്. പുഞ്ചിരിക്കുക എന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുകയും റിലേഷൻഷിപ്പിന്റെ സാധ്യതയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. കൂടാതെ നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ മൂഡ് ആകെ ഒരു പോസിറ്റീവിലേക്ക് ചേഞ്ച് ആകുകയും ചെയ്യും. ഇതും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒന്നാണ്. നാം പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന, സമ്മർദ്ദത്തെ കൺട്രോൾ ചെയ്യുന്ന കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും
നല്ലൊരു പെയിൻ കില്ലറും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്ന എൻഡോൾഫിന്റെ പ്രൊഡക്ഷൻ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിലൂടെ നാം ഊർജ്ജസ്വലരായിരിക്കുകയും മാനസികമായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ അവസ്ഥയിലേക്ക് നാം മാറുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ സമയങ്ങളിലും മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു പുഞ്ചിരി, ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു പുഞ്ചിരി നാം കാത്തു സൂക്ഷിക്കുക. അഞ്ചാമത്തെ പോയിന്റ് പോസ്റ്ററുകളാണ്. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആത്മവിശ്വാസം ജ്വലിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ സ്വീകരിക്കും. അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുകയും എനർജി ലെവൽ കൂട്ടുകയും നല്ല മൂഡ് നമുക്ക് നൽകുകയും ചെയ്യും. അത്തരത്തിലുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു പോസ്റ്റർ നാം നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലും നമ്മുടെ സംസാര സമയങ്ങളിലുമൊക്കെ നാം കാത്തു സൂക്ഷിക്കുക. ആറാമത്തെ പോയിന്റ് ബ്രീത്തിങ് ആണ്. നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ബ്രീത്തിങ് നടത്തുമ്പോൾ നാം ബ്രീത്തിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ബ്രീത്തിങ് നടത്തുന്ന സമയത്ത് നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട്. അത് നമ്മുടെ സ്ട്രെസ് ലെവൽ കുറക്കും, നമ്മളിലെ സമ്മർദ്ദങ്ങളെ കുറക്കും, ഡിപ്രഷൻ അടക്കമുള്ള മൂഡിലേക്ക് പോകുന്നതിന് അത് തടഞ്ഞു നിർത്തും. ഒരു നല്ല റിലാക്സേഷൻ മൂഡിലേക്ക്, നല്ല ഒരു മാനസികാവസ്ഥയിലേക്ക് അത് നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് നാം കുറഞ്ഞ സമയമെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് നല്ല ബ്രീത്തിങ് എടുക്കുക. ഇൻഹേൽ ചെയ്യുന്നതും നാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും അത് പുറത്തേക്ക് വിടുന്നതും നാം അറിഞ്ഞുകൊണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്താൽ അത് നമ്മുടെ കോൺഫിഡൻസിനെ സാരമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഏഴാമത്തെ പോയിന്റ് എന്നത് മൈൻഡ്ഫുൾനെസ് ആണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഉദാഹരണത്തിന് മെഡിറ്റേഷൻ, നല്ല മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനുകളുണ്ട്. അത് നാം രാവിലെ എണീറ്റ് ഉടനെയോ അല്ലായെങ്കിൽ കൃത്യമായിട്ടുള്ള റെഗുലറായിട്ടുള്ള ഒരു സമയം കണ്ടെത്തുകയും നമുക്ക് സൗകര്യമുള്ള ഒരു പ്രദേശത്ത് ഒരു സമയവും ഒരു സാഹചര്യവും നാം ഫിക്സ് ചെയ്യുകയും ആ സമയത്ത് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ കൃത്യമായ രീതിയിൽ മെഡിറ്റേഷൻ പോലെയുള്ള അല്ലെങ്കിൽ യോഗ പോലെയുള്ള മൈൻഡ്ഫുൾനെസ് എക്സസൈസുകൾ ചെയ്യുക. അത് നമ്മുടെ മാനസികാവസ്ഥയെ സുഖകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുകയും നമ്മുടെ മാനസിക സംഘർഷങ്ങളെയും ഒക്കെ കുറക്കുകയും കൂടാതെ നമ്മളെ കുറിച്ച് തന്നെ ഒരു സെൽഫ് അവയർനെസ് അതിലൂടെ രൂപപ്പെടുകയും ഒക്കെ ചെയ്യും. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായി നാം മാറിയതായും അതിലൂടെ നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാനും ആരുടെ മുന്നിൽ നിലനിൽക്കാനുമുള്ള കോൺഫിഡൻസ് ലഭിച്ചതായും ഒക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനും സാധിക്കും. അങ്ങനെ വിഷ്വലൈസേഷൻ മെത്തേഡ് പോലെ, മെഡിറ്റേഷൻ പോലെ, യോഗ പോലെയുള്ള കാര്യങ്ങൾ നാം പ്രാക്ടീസ് ചെയ്യുകയും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. ഇങ്ങനെ ഈ 7 കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ 7 കാര്യങ്ങളെ നാം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ കോൺഫിഡൻസിന്റെ ലെവൽ വളരെയധികം ഉയർന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.